بسم الله الرحمن الرحيم وأتموا الحج والعمرة لله فإن أحصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محله فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك فإذا أمنتم فمن تمتع بالعمرة إلى الحج فما استيسر من الهدي فمن لم يجد فصيام 3 أيام في الحج وسبعة إذا رجعتم تلك 10 كاملة ذلك لمن لم يكن أهله حاضر المسجد الحرام واتقوا الله واعلموا أن الله شديد العقاب الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. മുസ്ലിം ലോകം സ്വീകരിക്കാനിരിക്കുന്ന സുപ്രധാനങ്ങളായ 2 സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ, ഇവയെക്കുറിച്ചുള്ള ഏതാനും വിഷയങ്ങളാണ് ഒരു ഖുത്ബയായി നമ്മളിവിടെ ഇന്ന് ശ്രവിക്കുകയുണ്ടായത്. ഒന്ന് വിശുദ്ധ ഹജ്ജും മറ്റൊന്ന് ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യ 10 നാളുകളുമാണ്. മുസ്ലിം ലോകത്തിൻ്റെ ഹൃദയം ഇണക്കപ്പെടുകയും ബന്ധം നിലനിർത്തപ്പെടുകയും ചെയ്യുന്ന വിശുദ്ധ നാടാണ് മക്ക. വാനങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൻ്റെ നാളിൽ അള്ളാഹു വിശുദ്ധി പ്രഖ്യാപിച്ച പുണ്യനഗരി അതാണ് മക്ക. അവിടെയാണ്
അള്ളാഹുവിനെ മാത്രം ആരാധിക്കപ്പെടുവാനുള്ള ആദ്യ ഭവനമായ കഅബ സ്ഥിതി ചെയ്യുന്നത്. അതിനോടൊത്ത് മഖാമും സഫയും മർവയും ഇതര ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള മതചിഹ്നങ്ങളും ദീനി സ്ഥലങ്ങളും സ്ഥിതി ചെയ്യുകയാണ്. കഅബ തവാഫ് ചെയ്യുവാൻ, മഖാമിനു പിന്നിൽ നമസ്കരിക്കുവാൻ, സഫ മർവകൾക്കിടയിൽ സഅയ് നിർവഹിക്കുവാൻ, അറഫയിൽ സംഗമിക്കുവാൻ, മുസ്ദലിഫയുടെ രാവിൽ അള്ളാഹുവിനോടടുത്ത് അള്ളാഹുവിൻ്റെ അതിഥികളായി തലചായ്ച്ചുറങ്ങുവാൻ, മിനയിൽ രാപ്പാർക്കുവാൻ, ജംറകളിൽ എറിയുവാൻ വിശ്വാസികൾ ഏറെ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, മനസ്സിൽ ഓമനിക്കുന്ന അവരുടെ ആഗ്രഹങ്ങൾ ഒട്ടനവധിയാണ്. ഈ ആഗ്രഹങ്ങൾ മൂക്കുകയും അതിൽ ഇച്ഛ ഉത്കടമാവുകയും ചെയ്യുന്ന നാളുകൾ ഹജ്ജോടടുക്കുന്ന നാളുകളാണ്. ഈ തരുണത്തിൽ ഹജ്ജിന് അവസരം ലഭിച്ചവർ അള്ളാഹുവിനെ സ്തുതിക്കുകയും യഥാവിധം ഹജ്ജ് പൂർത്തീകരിക്കുവാൻ അള്ളാഹുവിനോട് തൗഫീഖിനു വേണ്ടി തേടുകയും എല്ലാ മുസ്ലിമീങ്ങളും ഹജ്ജ് ചെയ്യുവാൻ അതിനുള്ള ഉദവിയും അവസരവും ഉണ്ടാകുവാൻ, ചെയ്തവർ വീണ്ടും ഹജ്ജ് ചെയ്യുവാൻ ഉള്ള തൗഫീഖിനോട് റബ്ബിന് തേടുകയും അള്ളാഹുവിനോട് ദുആയിരക്കുകയും ചെയ്യണം. മൻ ഹജ്ജൽ ബൈത്ത് ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, തെറ്റുകൾ പ്രവർത്തിക്കാതെ, തെറ്റുകൾ പറയാതെ കഅബത്തിനരികിൽ ഒരാൾ ഹജ്ജ് ചെയ്താൽ അവൻ പ്രസ്തുത ഹജ്ജിൽ നിന്ന് മടങ്ങുന്നത് അന്നുമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപമുക്തനും പാപസുരക്ഷിതനുമായിട്ടാണ് എന്നാണ്. ഇത് മഹത്തായ ഒരു ഭാഗ്യവും സുന്ദരമായ ഒരു ഭാവിയുമാണ്. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. പുണ്യം നിറഞ്ഞ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പരത്തിൽ ആഖിറത്തിൽ അന്ത്യനാളിൽ ഒരു ഹജ്ജ് യഥാവിധം നിർവഹിച്ചവനുള്ള അവനെ കാത്തു കഴിയുന്ന അനുഗ്രഹങ്ങൾ, പ്രതിഫലങ്ങൾ അത് മഹനീയമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ, വിശിഷ്യ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നവർ അറിയുവാനുള്ള ഏതാനും ഉപദേശങ്ങളും ഉണർത്തലുകളുമാണ് നമ്മൾ ഖുതുബയിൽ തുടക്കത്തിൽ കേൾക്കുകയുണ്ടായത്. ഹജ്ജിന് നിബന്ധനകൾ പറയപ്പെട്ടിട്ടുണ്ട്. ഹജ്ജ് ശരിയാകുവാൻ അനിവാര്യമായും അനുഷ്ഠിക്കേണ്ട റുക്കുനുകൾ, അതിൻ്റെ ഘടകങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഹജ്ജിൽ നിർബന്ധ കർമ്മങ്ങളുണ്ട്. ഹജ്ജിനെ സുന്നത്തുകൾ കൊണ്ട് പോഷിപ്പിക്കേണ്ട സുന്നത്തായ കർമ്മങ്ങളുണ്ട്. ഹജ്ജിൽ ഹാജിമാർ പാലിക്കേണ്ട അദബുകളും മര്യാദകളുമുണ്ട്. ഇവകളെ ഹാജിമാർ വിശിഷ്യ അവരുടെ ഹജ്ജ് കർമ്മത്തിന് മുമ്പിൽ പഠിച്ച് അവരുടെ ഹജ്ജ് പുണ്യത്തിൻ്റെ ഹജ്ജാക്കുവാൻ അവർ ശ്രമിക്കേണ്ടതുണ്ട്. ഹജ്ജ് കേവലം ഒരു യാത്രയോ അല്ലെങ്കിൽ ഉല്ലാസത്തിൻ്റെ ഒരു ടൂറോ അല്ല. പ്രത്യുത ഹജ്ജ് ശറഅാക്കിയതിൽ അള്ളാഹുവിന് മഹത്തായ പല ലക്ഷ്യങ്ങളുമാണുള്ളത്. അതിലേറ്റവും മുഖ്യവും പ്രധാനവും പ്രഥമവുമായിട്ടുള്ള ലക്ഷ്യം അത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്.
അള്ളാഹുവിനുള്ള ഏകത്വം, അത് പടപ്പുകൾ അവന് വകവെക്കലും അവന് സമ്മതിക്കലും അത് ജീവിതത്തിൽ പാലിക്കലുമാണ് ഹജ്ജ് ശറഅാക്കിയതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യമാക്കിയ പ്രധാനപ്പെട്ട അതിൻ്റെ പൊരുൾ. വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മകാനൽ ബൈത്ത് അല്ലാ തുശ്രിക് ബി ശൈഅ വതഹ്ഹിർ ബൈതിയ ലിത്വാഇഫീന വൽഖായിമീന വറുക്കഇ സുജൂദ് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹ് ഫി അയ്യാമിൻ മഅലൂമാത്ത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മഹത്തായ തൗഹീദിന്റെ സാക്ഷാത്കാരത്തെ ഉണർത്തുന്ന ബോധ്യപ്പെടുത്തുന്ന പരാമർശമാണ് ഈ വചനങ്ങളിൽ നടത്തുന്നത്. വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീം മകാനൽ ബൈത്ത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കഅബ നിർമ്മിക്കുവാനുള്ള സ്ഥാനം നാം തയ്യാറാക്കി കൊടുത്തപ്പോൾ, എന്തിനാണ് അള്ളാഹു കഅബത്തെ സ്ഥാപിക്കുവാനും അതിൻ്റെ പുനർനിർമ്മാണത്തിനും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതിൻ്റെ സ്ഥാനം നിർണയിച്ചു നൽകിയത്? അല്ലാ തുശ്രിക് ബി ശൈഅ, നീ എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ അവൻ്റെ ഏകത്വം അവന് വകവെച്ച് സമ്മതിച്ച് ഇബാദത്ത് അള്ളാഹുവിന് മാത്രം സമർപ്പിച്ച് ജീവിക്കുവാൻ, അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബ ദേവാലയത്തെ പുനർനിർമ്മിക്കുവാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൽപ്പിക്കുന്നത്. വതഹ്ഹിർ ബൈതിയ ലിത്വാഇഫീൻ വൽഖായിമീന വറുക്കഇ സുജൂദ്, എൻ്റെ ഭവനത്തെ നീ ശുദ്ധീകരിക്കണം എന്നതും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ആർക്ക് വേണ്ടി? കഅബം തവാഫ് ചെയ്യുന്ന, കഅബത്തിങ്കൽ നമസ്കരിക്കുന്ന, റുകൂഇൽ സുജൂദിൽ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുന്ന ആളുകൾക്ക് വേണ്ടി കഅബത്തെ ശുദ്ധീകരിക്കണം എന്നാണ്. അപ്പോൾ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കുവാൻ, കഅബത്തെ നിർമ്മിക്കുവാൻ, ശുദ്ധീകരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹ് ഫി അയ്യാമിൻ മഅലൂമാത്ത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. ഹജ്ജിനുള്ള വിളംബരം നടത്താൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൽപ്പിക്കുകയാണ്. അവർ എല്ലാ ദിക്കുകളിൽ നിന്നും ഹാജിമാരായി കടന്നു വരാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനുള്ള വിളംബരം നടത്താൻ ആവശ്യപ്പെട്ടത്. എന്നിട്ട് അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ അവർ സാക്ഷികളാകണം. അള്ളാഹു അവർക്ക് നൽകിയതായ ബലിമൃഗങ്ങൾ അവർ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് അവയെ അറുത്തുകൊണ്ട് നിർണിത നാളുകളിൽ അവർ അള്ളാഹുവിനുള്ള ദിക്റിൽ ശുക്റിൽ കഴിയുവാൻ ഹജ്ജിന് വിളിക്കുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഹജ്ജ് എന്തിനാണ് അള്ളാഹു ശറഅാക്കിയത്? അള്ളാഹു ഹജ്ജ് ശറഅാക്കിയത് അള്ളാഹു മാത്രമാകുന്നു ആരാധനക്കർഹൻ. അതുകൊണ്ട് തന്നെ ആരാധനകൾ അവന് മാത്രമാണ് വകവെക്കേണ്ടത്, അവനല്ലാത്തവരിലേക്ക് തിരിക്കുവാൻ പാടുള്ളതല്ല എന്നുള്ള അള്ളാഹുവിൻ്റെ തൗഹീദിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ്. ഇതാണ് പ്രഥമമായ ഹജ്ജ് ശറഅാക്കിയതിലെ അതിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യ സാക്ഷാത്കാരം ഹജ്ജിലൂടെ നടക്കണം എന്ന ഒന്നാമത്തെ വസിയത്ത് നമ്മൾ ശ്രവിക്കുകയുണ്ടായി. രണ്ടാമത്തേത്, ഹജ്ജ് നിർവഹിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങളുടെ സുന്നത്തനുസരിച്ചാണ്, ഹദി അനുസരിച്ചാണ്. തിരുചര്യക്കെതിരിൽ അമലെടുത്താൽ അമല് സ്വീകരിക്കപ്പെടുകയില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മളുടെ ചര്യയില്ലാത്ത, കൽപ്പനയില്ലാത്ത ഒരു കർമ്മം വല്ലവരും ചെയ്താൽ അത് തള്ളപ്പെടും എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങൾ ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരുചര്യ അത് ഹജ്ജിൽ പ്രയോഗവൽക്കരിക്കേണ്ടതുണ്ട്. ഒരു അമൽ അത് ഉപരിലോകത്ത് സ്വീകരിക്കപ്പെടാൻ അതിൽ ഒന്ന് അമൽ അള്ളാഹുവിനായിരിക്കണം.
രണ്ടാമത്തേത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ മുതാബഅത്ത് ചെയ്ത് പിൻപറ്റിക്കൊണ്ടായിരിക്കണം. ഇഖ്ലാസ് മുതാബഅയെ പോലെ തന്നെ പ്രാധാന്യമാണ്. അമലുകൾ അനുഷ്ഠിക്കുമ്പോൾ രണ്ട് അടിസ്ഥാനമാണ് വേണ്ടത്. ഒന്ന് ഇഖ്ലാസാണ്. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായ കീഴ്വണക്കം അത് അള്ളാഹുവിന് മാത്രമാകുന്നു. അതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ ഹജ്ജ് ചെയ്യുന്നത്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ ആരാധനാമുറകൾ, എൻ്റെ ജീവിതം, എൻ്റെ മരണം അതെല്ലാം ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാകുന്നു. അവന് നിഷ്കളങ്കവും നിഷ്കപടവുമാകുന്നു എന്നതായിരിക്കണം ഒരു വിശ്വാസിയുടെ പ്രഖ്യാപനം. ഹജ്ജ് ചെയ്യുമ്പോൾ ഹാജിയുടെ പ്രഖ്യാപനം ഇഖ്ലാസിൻ്റെ അടിസ്ഥാനത്തിൽ മുതാബഅയോടുകൂടി തിരുസുന്നത്തിനെ അനുധാവനം ചെയ്തുകൊണ്ടായിരിക്കണം അമൽ അനുഷ്ഠിക്കേണ്ടത്, ഹജ്ജ് നിർവഹിക്കേണ്ടത്. തിരുനബി ഹജ്ജ് ചെയ്തപ്പോൾ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഓരോന്നും പുലർത്തുമ്പോൾ പാലിക്കുമ്പോൾ തിരുനബി പറഞ്ഞത് ലിതഖുദു അന്നി മനാസികക്കും, നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടി എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ചിലപ്പോൾ തിരുനബി പറഞ്ഞത് ഖുദു അന്നി മനാസികക്കും, എന്നിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ സ്വീകരിക്കുക. ഫലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, എൻ്റെ ഈ വർഷത്തിന് ശേഷം ഇനി ഞാൻ നിങ്ങളോടൊരു ഹജ്ജിന് കണ്ടുമുട്ടാനുണ്ടായിക്കൊള്ളണമെന്നില്ല. ലഅല്ലി ലാ അഹജ്ജു ബഅദഹ അതാ, ഇതിന് ശേഷം ഇനി ഞാൻ ഹജ്ജ് ചെയ്തു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ സ്വീകരിച്ചോളീൻ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ അത് അള്ളാഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത്. വിശിഷ്യ ഹജ്ജ് കർമ്മം. തഖ്വ ഹാജിയുടെ പാതേയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. നിങ്ങൾ ഹജ്ജ് യാത്രയിൽ പാതേയം സ്വീകരിക്കണം. ഹാജിമാർക്ക് പാതേയം ആവശ്യമാണ്. ഏറ്റവും നല്ല പാതേയം അത് തഖ്വയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനുള്ള ഭക്തിയിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പേടിയിൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിച്ച് അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ട് അകന്നുകൊണ്ടുള്ള ഒരു ജീവിതം അതവർക്ക് കൂടെയുണ്ടായിരിക്കണം. അത് ഹാജിമാരോട് അള്ളാഹു വിശിഷ്യ കൽപ്പിക്കുകയുണ്ടായി. ആ കൽപ്പനയാണ് വിശുദ്ധ ഖുർആനിൽ വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. മറ്റൊരു വസിയ്യത്ത് സ്ഥലകാലങ്ങളുടെ മഹത്വം അറിയുക എന്നുള്ളതാണ്. ഹജ്ജ് സീസൺ ഏറെ മഹനീയമാണ്. ആദരവുറ്റ സമയങ്ങൾ, പകലുകൾ, രാവുകൾ, ഈ മഹത്വം നമ്മൾ ഉള്ളാൽ അറിയേണ്ടതുണ്ട്. ഹജ്ജ് യാത്ര ചിലർ കേവലം ഒരു ടൂറായി, ചിലർ ഒരു ഉല്ലാസയാത്രയായി, ചിലർ കേവലം ഹോളിഡേ പരിപാടിയായി, വെക്കേഷൻ ചെലവഴിക്കുവാനുള്ള ഒരു ഹോബിയായി സ്വീകരിക്കും. യഥാർത്ഥത്തിൽ ഹജ്ജ് അതൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണ്, റിഹ്ല ഈമാനിയയാണ്. അതിൽ ആ യാത്രയെ പോഷിപ്പിക്കേണ്ടത് വിശ്വാസമാണ്, ദുആ ദിക്റുകളാണ്, ആരാധനാ കർമ്മങ്ങളാണ്. അയ്യാമു ദിക്റിൻ, ദിക്റിൻ്റെ നാളുകളാണ് ഈ നാളുകൾ. അതുകൊണ്ട് തന്നെ ആളുകൾ കേവലം ഉല്ലാസയാത്രയല്ല, പ്രത്യുത മഹത്തായ ഇബാദത്തിന് വേണ്ടിയുള്ള യാത്രയാണ് എന്ന ഉള്ളറിവാലാണ് ഈ നാളുകളെ സ്വീകരിക്കുകയും അവരുടെ യാത്ര അവർ തുടർത്തുകയും ചെയ്യേണ്ടത്. സ്ഥലത്തിൻ്റെ മഹത്വം അതും ആളുകൾ അറിയേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു നാട് പോലെയല്ല വിശുദ്ധ മക്ക. വിശുദ്ധ മക്ക, അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലൻ നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്നാണ്. എന്താ പറഞ്ഞത്? ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ലോകർക്ക് വേണ്ടി അള്ളാഹുവിനെ ആരാധിക്കുവാൻ നിശ്ചയിക്കപ്പെട്ട ആദ്യ ഭവനം ലല്ലദീ ബിബക്ക, അത് ബക്കയിൽ മക്കയിലുള്ള കഅബയാകുന്നു. മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ, അനുഗ്രഹീതമായി ലോകർക്ക് സന്മാർഗമായിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ ഭവനത്തെ നിശ്ചയിച്ചിരിക്കുന്നത്. ഫീഹി ആയാത്തുൻ ബയ്യിനാത്ത്, അതിൽ സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്. മഖാമു ഇബ്രാഹിം, പ്രസ്തുത ദൃഷ്ടാന്തങ്ങളിൽ ഒന്ന് മഖാമു ഇബ്രാഹിമാണ്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് വമൻ ദഖലഹു കാന ആമിന. ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന. വല്ലവരും അവിടെ പ്രവേശിച്ചാൽ അവൻ നിർഭയനായി. വലില്ലാഹി അലന്നാസ് ഹിജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. മക്കയിലേക്ക് എത്തിപ്പെടുവാനുള്ള അവസരവും സാധ്യതയും ഒരാൾക്കുണ്ടായാൽ അത്തരം ആളുകൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് അവരുടെ മേൽ നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് കഅബയെക്കുറിച്ചാണ്, മഖാമിനെ കുറിച്ചാണ്, കഅബയും മഖാമുമുള്ള നാടിനെ കുറിച്ചാണ്. വമൻ ദഖലഹു കാന ആമിന, ആ നാട്ടിൽ വല്ലവരും പ്രവേശിച്ചാൽ അവൻ നിർഭയനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ആ നിർഭയത്വ നാടിൻ്റെ മഹത്വം എത്രയാണ്, അതിൻ്റെ വലിപ്പം എത്രയാണ്, അതിന് അള്ളാഹുവിലുള്ള സ്ഥാനം എത്രയാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹാദൽ ബലദിൽ അമീൻ എന്ന് പറഞ്ഞ ആ നാടിനെ കൊണ്ട് സത്യം ചെയ്തത്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് പറഞ്ഞ അല്ലാഹു ആ നാടിനെ കൊണ്ട് സത്യം ചെയ്തത്. അപ്പോൾ വിശുദ്ധമായ, പവിത്രമായ, മഹനീയമായ വിശുദ്ധ മക്കയുടെ മഹത്വം അത് ആളുകൾ അറിയേണ്ടതുണ്ട്, അത് ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികളിൽ ഹറമിനെ കുറിച്ച് പറയുമ്പോൾ തിരുനബി പറയുകയാണ്, ലാ യുഹ്റാഖു ദമുഹ, ഹറമിൽ വളരുന്ന ജീവികൾ അവരുടെ രക്തം ചിന്തപ്പെടാൻ പാടുള്ളതല്ല, മനുഷ്യരുടേതടക്കം, ജീവികളുടേതൊന്നും. അതേപോലെ വല തുഖ്തല ഖലാഹ, ഹറമിൽ മുളക്കുന്ന പുല്ല് പോലും പറിക്കാൻ പാടുള്ളതല്ല. വല തുഅബദു ഷൗക്കത്തുഹ, വൃക്ഷങ്ങളിൽ മുള്ള് ഉള്ളത് പോലും പൊട്ടിക്കുവാൻ പാടുള്ളതല്ല. വല തുൽതഖതു ലുഖ്തതുഹ, ഹറമിൽ വീണ് കിട്ടുന്ന സാധനങ്ങൾ പെറുക്കിയെടുക്കാൻ പാടുള്ളതല്ല. ഇല്ലാ ലി മുഅർരിഫ്, പരസ്യം ചെയ്യാനല്ലാതെ. ഇതൊക്കെ ഹറമിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വല യുനഫർ സൈദുഹ, ഹറമിലെ വേട്ട മൃഗങ്ങളെ ആട്ടിപ്പായിക്കാൻ പോലും പാടില്ല എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്രമാത്രം നിർഭയത്വം അരുളപ്പെട്ട, കനിയപ്പെട്ട ഒരു നാടാണ് മക്ക. ആ വിശുദ്ധ ഹറമിൻ്റെ പവിത്രത അറിഞ്ഞായിരിക്കണം ഹറമിൽ വസിക്കുന്നവർ, ഹറമിനെ ലക്ഷ്യമാക്കുന്നവർ ആ നാടിനെ ലക്ഷ്യമാക്കേണ്ടത്. വമൻ യുരിദ് ഫീഹി ബിൽഹാദിൻ ബിദുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. ഹറമിൽ ഒരു ദുഷിച്ച പ്രവൃത്തി, തെറ്റായ പ്രവൃത്തി ഒരാൾ ഉദ്ദേശിച്ചാൽ അവന് നോവേറ്റുന്ന ശിക്ഷ നാം ആസ്വദിപ്പിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഹറമിൻ്റെ പവിത്രത, സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും പവിത്രത അത് മഹത്തരമാണ്. അത് മാനിച്ച് ഉള്ളാലറിഞ്ഞായിരിക്കണം ഈ സ്ഥലത്തെയും കാലത്തെയും സ്വീകരിക്കേണ്ടത്, അതിൽ നിലകൊള്ളേണ്ടത് എന്ന വസിയ്യത്താണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. വിശേഷിച്ച ഹാജിമാർ ഹജ്ജിൻ്റെ വിഷയത്തിൽ അതിൻ്റെ മതവിധികൾ, അതിലെ കർമ്മങ്ങൾ, അതിലെ ചര്യകൾ ഇത് പഠിക്കേണ്ടതുണ്ട് വിശേഷിച്ച ഹജ്ജിന് പോകുന്നതിന് മുമ്പായി. കാരണം ജഹിലിൽ അള്ളാഹ്ക്ക് ഇബാദത്തില്ല, ഇൽമിലാണ് അള്ളാഹ്ക്ക് ഇബാദത്ത്. അറിവെന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അനുസരിച്ച് ഹജ്ജ് നിർവഹിക്കുകയാണ്. എവിടെ, എങ്ങനെയാണ് ആ തിരുചര്യ? അത് ആളുകൾ പഠിച്ച് മനസ്സിലാക്കി അറിവുള്ളവരോട് ചോദിച്ച് സംശയാസ്പദമായ വിഷയങ്ങൾ ഉറപ്പുവരുത്തിയായിരിക്കണം ഹജ്ജ് കർമ്മങ്ങൾക്ക് വേണ്ടി ആളുകൾ പുറപ്പെടേണ്ടത്. സൽസ്വഭാവം ഹാജിയുടെ മുഖമുദ്രയായിരിക്കണം. കാരണം സൽസ്വഭാവം അത് മേൽവിലാസമായിട്ടില്ല എങ്കിൽ ഹജ്ജ് നഷ്ടത്തിലും പരാജയത്തിലും കലാശിക്കും. അള്ളാഹു പറഞ്ഞത് അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്, അറിയപ്പെട്ട മാസങ്ങളിലാണ് ഹജ്ജ്. ഫമൻ ഫറള ഫീഹിന്ന,
ഈ മാസങ്ങളിൽ ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമായി. എന്നാണ് ഹജ്ജിൽ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, പിന്നീട് ഹജ്ജിൽ തെറ്റായ പ്രവൃത്തികൾ പാടില്ല, തെറ്റായ സംസാരങ്ങൾ പാടില്ല, അനാവശ്യ തർക്ക വിതർക്കങ്ങളും പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അനാവശ്യം പറയാതിരിക്കാൻ, അനാവശ്യം പ്രവർത്തിക്കാതിരിക്കാൻ, അനാവശ്യ തർക്ക വിതർക്കങ്ങൾ ഒഴിവാക്കാൻ ഒരാൾ ഉത്തമ സ്വഭാവത്തിൻ്റെയും സൽസ്വഭാവത്തിൻ്റെയും വാക്താവായിരിക്കണം എന്നുള്ളതാണ്. ഹജ്ജിൽ പ്രവേശിക്കുന്നവർക്കുള്ള ഈ വസിയ്യത്ത് അത് ഹാജിമാർ പ്രത്യേകം ഗൗനിക്കേണ്ടതും പരിഗണിക്കേണ്ടതുമാണ്. മൊത്തം ആളുകൾ അറിയേണ്ട, ഉൾക്കൊള്ളേണ്ടതായ ചില വിഷയങ്ങളുമാണ്. രണ്ടാമത്തെ വിഷയം ദുൽഹജ്ജ് 10 ബന്ധപ്പെട്ടാണ്. മുസ്ലിം ലോകം സ്വീകരിക്കാനിരിക്കുന്ന മഹത്തായ ഏതാനും നാളുകൾ, ഒരു വർഷത്തിലെ പകലിൽ ഏറ്റവും ശ്രേഷ്ഠമായ 10 പകലുകൾ അത് ദുൽഹജ്ജിൻ്റെ 10 പകലുകളാണ് എന്ന് പണ്ഡിതന്മാർ തെളിവുകളുടെ ബലത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രാമാണികർ അപ്രകാരം പ്രതിപാദിച്ചിട്ടുമുണ്ട്. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം യാനി അയ്യാമുൽ അശ്ർ. ഇത് തിരുമൊഴിയാണ്, ഇബ്നു അബ്ബാസിൽ നിന്ന് ഇമാം ബുഖാരിയുടെ റിവായത്ത്. അതിൽ പറയുന്നത് സൽപ്രവർത്തികൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടകരമായി ഈ 10 നാളുകളിലല്ലാതെ മറ്റൊരു നാളുകളിലും ഇല്ല എന്നാണ്. അപ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ഈ നാളുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് അത് അറിയിക്കുന്നത്. അപ്പോൾ ഈ പകലുകൾ ശ്രേഷ്ഠമായ പകലുകളാണ്. ചില റിവായത്തുകളിൽ അഅ്ളമു ഇൻദല്ലാഹ് എന്നാണ്, അള്ളാഹുവിൽ ഏറ്റവും മഹനീയമായ നാളുകൾ എന്നാണ് ദുൽഹജ്ജ് 10 നാളുകൾ. അതുകൊണ്ടാണ് വലയാലിൻ അശ്ർ വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്നതിനെ ദുൽഹജ്ജ് 10ന്റെ നാളുകളായിട്ട് മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിച്ചത്. ഇബ്നു അബ്ബാസിനെ പോലുള്ളവർ, ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹയെ പോലുള്ളവർ തഫ്സീറിൽ അത് നൽകിയിട്ടുണ്ട്. ഈ പകലുകളുടെ, ഈ നാളുകളുടെ മഹത്വം അതിനെ മുഖവിലക്കെടുത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കൊണ്ട് സത്യം ചെയ്തത് എന്നാണ് പറയുന്നത്. ദുൽഹജ്ജിൻ്റെ 10ൽ അതിൻ്റെ ശ്രേഷ്ഠതയെ അറിയിക്കുന്ന കുറേ വിഷയങ്ങളും കാര്യങ്ങളുമുണ്ട്. ഒന്ന്, ഈ 10 പകലുകൾ അള്ളാഹുവിന് ഏറ്റവും ശ്രേഷ്ഠമായ പകലുകളാണ്. അതിൽ ആ പകലുകളെയും രാവുകളെയും തഹ്ലീൽ കൊണ്ടും തക്ബീർ കൊണ്ടും തഹ്മീദ് കൊണ്ടും ശബ്ദമയമാക്കുവാനും ആദരിക്കുവാനും അള്ളാഹു നമ്മളോട് കൽപ്പിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം അഹ്മദ് മുസ്നദിൽ ഇബ്നു അബ്ബാസിൽ നിന്നുള്ള റിവായത്തിൽ, ഫഅക്സിറു ഫീഹിൻ, ദുൽഹജ്ജിൻ്റെ 10 പകലുകൾ വന്നാൽ നിങ്ങൾ അതിൽ വർദ്ധിപ്പിക്കണം. എന്ത്? അത്തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ, അത്തക്ബീർ, അല്ലാഹു അക്ബർ എന്ന തക്ബീർ, അത്തഹ്മീദ്, അൽഹംദുലില്ലാഹ് എന്ന തഹ്മീദ്. അപ്പോൾ തഹ്മീദും തക്ബീറും തഹ്ലീലും വർദ്ധിപ്പിക്കുവാനാണ് ഈ നാളുകളിൽ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് നാളിൻ്റെ മഹത്വത്തെയാണ് അറിയിക്കുന്നത്. ഇതേപോലെ സൂര്യൻ ഉദിച്ച നാളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നാൾ അതാണ് അറഫ നാൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമു അറഫയെ നിശ്ചയിച്ചത് ഈ 10 നാളുകളിൽ ദുൽഹജ്ജ് 9-ലാണ്. അതേപോലെ തന്നെ വർഷത്തിലെ പകലുകളിൽ അള്ളാഹുവിൻ്റെ നാളുകളിൽ ഏറ്റവും പോരിശയുള്ള നാടായ യൗമുൻ നഹർ, ബലിപെരുന്നാൾ ദിവസം അള്ളാഹു നിശ്ചയിച്ചത് ഈ 10 നാളുകളിലാണ്. ദുൽഹജ്ജ് 10 ബലിപെരുന്നാൾ സുദിനം ആദരണീയമായ അള്ളാഹുവിൻ്റെ നാളുകളിൽ ഒരു നാളാണ്. അറഫ ദിവസത്തിലെ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ്ജ് 9-ൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ പ്രതീക്ഷ വെച്ചത് അത് വരാനിരിക്കുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കുവാൻ, വൻ പാപങ്ങൾ ഉപേക്ഷിക്കുന്നവർക്ക് അവരുടെ ചെറു പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ കരണീയമാകും എന്നുള്ളതാണ്. ദുൽഹജ്ജ് 10 ആയാൽ അതിൻ്റെ 10 പകലുകളെ മാറ്റുകൂട്ടുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് ഉദുഹയ്യ അഥവാ ബലി. ഉദുഹയ്യ അതിൻ്റെ ദുൽഹജ്ജ് 10-മായിട്ടുള്ള ബന്ധം ബലിപെരുന്നാൾ സുദിനത്തിലും അയ്യാമു തശ്രീഖിൻ്റെ നാളുകളിലുമാണ് ഉദുഹയ്യ. പക്ഷേ
ഉദ്ഹിയ്യ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്ഹിയ്യ സമർപ്പിക്കുന്നത് വരെ അവരുടെ നഖമോ മുടിയോ എടുക്കാൻ പാടില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദുൽഹജ്ജ് പുലരുകയും നിങ്ങളിൽ ഒരാൾ ഉദ്ഹിയ്യ അറുക്കാൻ ഉദ്ദേശിക്കുകയുമായാൽ അവനവൻ്റെ നഖമോ മുടിയോ എടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമ്മി സലമയിൽ നിന്നും മറ്റും അത് സഹീഹായി ഉദ്ധരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബലിമൃഗത്തെ വാങ്ങി, അതും വളരെ നല്ല ബലിമൃഗത്തെ വാങ്ങി, തനിക്ക് സ്വാർത്ഥമായതെന്ന് തോന്നുന്നത് വാങ്ങി, അതിനെ ഓമനിച്ച് അതിനെ പോറ്റി അതിനെ വളർത്തി പിന്നെ ബലി നൽകുക എന്നുള്ളതാണ്. അതൊക്കെ ദുൽഹജ്ജ് 10 ഈ നാളുകളിലാണ്. ഉദ്ഹിയ്യ അറക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ അത് പ്രബലമായ സുന്നത്തായി അതിനൊരു ഹുക്മ് പറഞ്ഞിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു സുന്നത്താണ്, തിരുചര്യയാണ് ഉദ്ഹിയ്യ നൽകുക എന്നുള്ളത്. പല പണ്ഡിതന്മാരും ഉദ്ഹിയ്യ നിർബന്ധമാണ് എന്ന പക്ഷക്കാരാണ്. കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യത തന്നെയാണ് എന്ന് പല അയിമത്തുകളും ഇമാമുമാരും ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ ഉദ്ഹിയ്യ അത് സുന്നത്ത് എന്നുള്ള ഹുക്മാണ് പല പണ്ഡിതന്മാരും നൽകിയിട്ടുള്ളത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്ന് ഉദ്ഹിയ്യ ശറഅക്കിയത് മുതൽ ഒരു വർഷവും ഉദ്ഹിയ്യ ഒഴിവാക്കിയിട്ടില്ല. തിരുനബി ഉദ്ഹിയ്യ അറുത്തതുപോലെ മുസ്ലിമീങ്ങളെല്ലാവരും അഥവാ സഹാബികളെല്ലാവരും ഉദ്ഹിയ്യ നൽകുന്നവരായിരുന്നു എന്ന് അറിയിക്കുന്നതായ ഹദീസുകൾ, അസറുകൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് കഴിവുള്ളവർ വിശിഷ്യ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ഉദ്ഹിയ്യക്ക് വേണ്ടി, അത് അള്ളാഹുവിന് സമർപ്പിക്കുന്നതിന് വേണ്ടി, അത് നമുക്ക് ആഖിറത്തിലേക്കുള്ള അനുകൂല സാക്ഷിയാണ്. ആ സാക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഉദ്ഹിയ്യ നൽകുവാൻ തുനിയുകയും അതിനുവേണ്ടി വകുപ്പ് കാണുകയും ചെയ്യണം എന്ന വസിയ്യത്താണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. ഇവിടെ നമ്മുടെ ദമാമിൽ, നമ്മുടെ സെൻറ്ററിൽ, ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൽ എല്ലാ വർഷവും സമൂഹമായി ആളുകളിൽ നിന്ന് അതിനുള്ള ഓഹരി ശേഖരിച്ച് ഒന്നിച്ച് അറുത്തതിൻ്റെ മാംസം വിതരണം ചെയ്യുന്ന ഒരു പ്രവർത്തനം നമ്മുടേത് വളരെ നല്ല നിലയിൽ തുടരുന്ന ഒരു പരിപാടിയാണ്. സഹകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വിഷയത്തിൽ സെൻറ്ററുമായി ബന്ധപ്പെട്ടാൽ അവരുടെ ഉദ്ഹിയ്യയിൽ അതൊരു സുഗമമായ ഒരു വേദിയാണ് എന്ന് സന്ദർഭോചിതമായിട്ട് ഉണർത്തുകയാണ്. ഏതായാലും ദുൽഹജ്ജ് 10 ഈ നാളുകൾ അത് അനുഗ്രഹീതമായ നാളുകളാണ്. ഈ നാളുകളിൽ നമ്മൾ പുണ്യപ്രവൃത്തികളെ വർദ്ധിപ്പിക്കുക, അൽ അമലു സാലിഹ്, സൽപ്രവൃത്തികൾ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമാണ് എന്നാണല്ലോ തിരുമൊഴിയിൽ നമ്മൾ കേൾക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ദുൽഹജ്ജ് 9 അറഫ ദിവസത്തിലെ നോമ്പ്, അതിൻ്റെ മഹത്വം മനസ്സിലാക്കുക. പല പണ്ഡിതന്മാരും ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പെടുക്കൽ ഐച്ഛികമാണ്, അതിന് ഇസ്തിഹ്ബാബ് ഷദീദ് എന്ന ഹുക്മ് ഇമാം നവവിയെ പോലുള്ളവർ ബലപ്പെട്ട ഒരു പുണ്യ പ്രവൃത്തിയാണ് എന്ന നിലക്ക് അതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹജ്ജ 9 നോമ്പെടുത്തിരുന്നു എന്ന് പറഞ്ഞ അസർ നമ്മൾ കേൾക്കുകയുണ്ടായി. ഏതായാലും സൽപ്രവൃത്തികളിൽപ്പെട്ടതാണ് നോമ്പും എന്നതിനാൽ നോമ്പെടുക്കാം എന്നുള്ള പക്ഷമാണ് ശരിയോടടുത്തതായി മനസ്സിലാക്കുന്നത്. ദുൽഹജ്ജ് 9 നോമ്പ് അത് സുന്നത്തിൽ വാരിദായിട്ടുള്ള, അത് നിസ്തർക്കമായിട്ടുള്ള നോമ്പാണ്. തക്ബീർ, തഹ്ലീൽ, തഹ്മീദ് എന്നിവ കൊണ്ട് ഈ രാവുകളെ, പകലുകളെ ധന്യമാക്കുക എന്നുള്ളത് വിശ്വാസി സമൂഹം ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കർമ്മമാണ്. അങ്ങനെ 2 മൗസിമുകൾ നമുക്ക് വരുന്നു. ഒന്ന് ഹജ്ജിൻ്റെ മൗസിം, മറ്റൊന്ന് ദുൽഹജ്ജ് 10 മൗസിം. യഥാവിധം വിശ്വാസികളായി നമ്മൾ ഈ 2 മുഹൂർത്തങ്ങളെയും ധന്യ സാഹചര്യങ്ങളെയും നമുക്ക് അനുകൂലമാക്കുവാൻ ശ്രമിക്കുക. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി നമ്മൾ ദുആ ഇരക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖായി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഈ ഒരു ആരോഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുമാറാവട്ടെ, നമ്മുടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അള്ളാഹു പ്രീതിപ്പെടുന്ന അവസ്ഥയിൽ
അള്ളാഹുവിലേക്ക് മരണത്തിലൂടെ തിരിച്ചു മടങ്ങുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖും തുണയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.